ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അർച്ചന ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അമ്മയൊന്ന് കാണാൻ എത്തിയിരിക്കുകയാണ്. അതും ദൂരെ മാറി നിന്ന് പുറത്ത് ആ ഗേറ്റിൻ്റെ ഭാഗത്ത് മറഞ്ഞു നിന്നാണ് ഇപ്പോൾ അമ്മയെ കാണുന്നത്. അമ്മയെ കണ്ട് വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് അർച്ചന. ഈ സമയം കമലയെ ഹൗസ് ഓണർ വന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വാടക കുടിശ്ശികയാണ്, വാടക കൊടുത്തു തീർക്കാത്തതിനാൽ അവരെ ഇപ്പോൾ ഇറക്കിവിടും എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി വന്നാൽ ഉടൻ തന്നെ പണം തരാം, സച്ചിക്ക് ഇപ്പോൾ ഓട്ടം കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട് കമല. എന്നാൽ ഹൗസ് ഓണർ അതൊന്നും സമ്മതിക്കുന്നില്ല. കുറേ വഴക്ക് പറയുന്നുണ്ട് കമലയെ. ആതിരയും മനകയും സ്നേഹയും ഒക്കെ വരുന്നുണ്ട്. ആതിരയും പറയുന്നുണ്ട് സച്ചിയേട്ടൻ വന്ന ഉടനെ ഞങ്ങൾ പണം എത്തിച്ചേക്കാമെന്ന്. എന്നാൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല. അവസാനം ഇപ്പോൾ 2 ദിവസത്തെ അവധി പറഞ്ഞ് അയാളിപ്പോൾ അവിടെ നിന്നും പോവുകയാണ്. കമല നിന്ന് കരയുന്നുണ്ട്. ആതിരയും സ്നേഹയും അനഘയും ഒക്കെ കമല ഇപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹൗസ് ഓണർ പുറത്തേക്ക് വരുമ്പോഴാണ് അർച്ചന അവിടെ നിൽക്കുന്നത് കാണുന്നത്. അർച്ചന ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ആരാ, എന്താ, ഇവരുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ? എന്നോട് കളവ് പറയണ്ട, കാശ് വല്ലതും തരാനുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോണം. പൊട്ടി പാളീസായി നിൽക്കുകയാണ്. എനിക്ക് വാടക തന്നിട്ട് 5-6 മാസമായി. ഇപ്പോൾ അവസാനമായി ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഇപ്പോൾ ആ ഹൗസ് ഓണർ അർച്ചനയോട് പറയുന്നുണ്ട്. അർച്ചന കമലയുടെ മകളാണെന്നുള്ള വിവരം ആ ഹൗസ് ഓണർക്ക് അറിയില്ല. ആതിര ഇപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഹൗസ് ഓണർ ഒരാളോട് സംസാരിക്കുന്നതായി കാണുന്നുണ്ട്. എന്നാൽ അത് അർച്ചനയാണെന്ന് മനസ്സിലാകുന്നില്ല ആതിരയ്ക്ക്. വളരെയധികം സങ്കടത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് അർച്ചനയും. ആ ഹൗസ് ഓണർ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അർച്ചന ഇപ്പോൾ ഓട്ടോയിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു ഓട്ടോ ഇപ്പോൾ അവരുടെ അകത്തേക്ക് കയറി വരുന്നത്. ഓട്ടോറിക്ഷയിൽ മറ്റാരുമായിരുന്നില്ല, സച്ചിയായിരുന്നു. സച്ചി കാണാതിരിക്കാനായി അങ്ങോട്ടേക്ക് മറിഞ്ഞു നിൽക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. സച്ചി ഇപ്പോൾ വന്നിട്ട് ആതിരയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ നോക്കി നിൽക്കുന്നത് എന്ന്. ഉടനെ ആതിര പറയുന്നുണ്ട്, പിള്ളച്ചേട്ടൻ ഒരു സ്ത്രീയുമായി അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടു, അതാരാണെന്ന് നോക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ, പിള്ളച്ചേട്ടൻ വന്നിട്ട് പോയോ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ എന്ന് ആതിര പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചന അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നു. ഈ സമയം സച്ചി ഇപ്പോൾ കമലയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. പൈസ ഒരു സ്ഥലത്ത് നിന്നും മറിക്കാൻ സാധിച്ചില്ല, പിള്ളച്ചേട്ടൻ ഇങ്ങനെ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചില്ല. ഇത് കേട്ട് സച്ചി ഇങ്ങനെ പറയുന്നത് കേട്ട് കമല പറയുന്നുണ്ട്, നമ്മൾ ഇനിയും പണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറക്കി വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടോട്ടെങ്കിലും പോകണമെന്ന് വെച്ചാൽ അതിനും പണം വേണ്ടേ? ഉടനെ സച്ചി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കാതെ, എന്തായാലും 2 ദിവസത്തെ അവധിയുണ്ടല്ലോ, അതിനകം എവിടെ നിന്നെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാനല്ലമ്മേ പറയുന്നത്, അമ്മ വിഷമിക്കാതെ. വണ്ടി പണിത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ രാത്രി കൂടി വണ്ടി ഓടിച്ചാലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാത്തിനും ഒരു വഴി കാണാം, അമ്മ വിഷമിക്കാതെ എന്നൊക്കെ വീണ്ടും സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ അർച്ചന ഇപ്പോൾ ആ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നടന്ന ആ സംഭവമൊക്കെ, അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അർച്ചനയുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. എൻ്റെ അമ്മയും സഹോദരങ്ങളും ഇത്രയും ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു. എൻ്റെ അമ്മ ഇത്ര ദയനീയമായിട്ടാണ് അയാളോട് സംസാരിച്ചത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. ഈ സമയം ഇപ്പോൾ ആ ഓട്ടോ ഡ്രൈവർ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ആ വീട് വരെ, അവിടം വരെ, ഗേറ്റ് വരെ ചെന്നിട്ട് മോൾ എന്താ അകത്തേക്ക് കയറാതിരുന്നത് എന്ന്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് വീട് മാറിപ്പോയതാണ്, ആ വീടല്ലായിരുന്നു. ഉടനെ ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, ഇവിടെ വേറെ ആരെ കാണാനേ, ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം എനിക്കറിയാം എന്നിങ്ങനെ അയാൾ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, പഴയൊരു ഓർമ്മ വെച്ച് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന. ഇപ്പോൾ ആ വീട്ടിൽ നെല്ലിശ്ശേരിക്കാരാണ് താമസിക്കുന്നത്. നെല്ലിശ്ശേരിക്കാരെ മോൾക്കറിയില്ലേ? ഒരു കാലത്ത് പ്രതാപത്തോടെ ജീവിച്ചവരാണ്, പിന്നെ കുറച്ച് കേസിലൊക്കെ പെട്ടുപോയി. സേതുമാധവൻ്റെ മകൻ സച്ചി നമ്മുടെ അവിടെയാണ് ടാക്സി ഓടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നു. ഉടനെ ഇത് കേട്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, സച്ചി അറിയുമോ എന്ന് ചോദിക്കുന്നു. ഉടനെ അയാൾ പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ സേതുമാധവൻ സാർ മരിച്ചതിൽ പിന്നെയാണ് ഇവരെല്ലാം കഷ്ടത്തിലായി പോയത്. ഇപ്പോൾ കണ്ടില്ലേ, വല്ലവരുടെയും വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അർച്ചന. സേതുമാധവൻ മരിച്ച വിവരമൊന്നും അർച്ചന അറിഞ്ഞിട്ടില്ലായിരുന്നു. സ്വത്തിന് വേണ്ടി കേസ് നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എന്താകുമോ എന്തോ എന്ന് ആ ഡ്രൈവർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതൊക്കെ തിരിച്ചു കിട്ടും ചേട്ടാ എന്ന് പറയുന്നു. സച്ചിയുടെ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആ സ്റ്റാൻഡിലെ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 8-10 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ 2 കുട്ടികളിൽ ഒരു കുട്ടിയെയും കൊണ്ട് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി. ആ കുട്ടിയായിരുന്നു അവൻ്റെ ഭാഗ്യം. ആ പെണ്ണ് പോയതിൽ പിന്നെയാണ് അവർക്കെല്ലാം നഷ്ടമായത്. എത്ര ആർഭാടത്തിലും സമ്പത്തിലും ജീവിച്ചിരുന്നവരാണ്. ഇപ്പോൾ ഇതായിപ്പോയി അവസ്ഥ. ആ സച്ചിയുടെ കാര്യമാണ് കഷ്ടം.
അവനിപ്പോഴും ആ പെണ്ണും കൊച്ചും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവരെയും അന്വേഷിച്ച് കാത്തിരിക്കുകയാണ്. അവരെ തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ല തല്ലും കിട്ടും എന്നൊക്കെ ആ ഡ്രൈവർ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് അത് എന്തിനാ ചേട്ടാ എന്ന്. ഉടനെ അദ്ദേഹം പറയുന്നുണ്ട് ഏത് നിമിഷവും ഭാര്യയുടെ ഓർമ്മയില്ലേ, ഭാര്യയാണെന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിക്കും. നമ്മുടെ നാട്ടുകാരല്ലേ, ആരെങ്കിലും വെറുതെ വിടുവോ? അങ്ങനെ എന്തൊക്കെയോ കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. പാവം, ഈ കാലത്ത് ഒരു പെണ്ണിന് വേണ്ടി ആരും ഇങ്ങനെ കാത്തിരിക്കില്ല, വേറൊരു പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് സച്ചിയുടെ സ്ഥാനത്ത് ചേട്ടനായിരുന്നുവെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കില്ലായിരുന്നോ? ഉടനെ അദ്ദേഹം പറയുന്നുണ്ട് എന്തിന്, പോയവൾ അവളുടെ വഴിക്ക് പോട്ടെ എന്നങ്ങ് വിചാരിക്കും. ഞാനായിരുന്നെങ്കിൽ വേറൊരു പെണ്ണും കിട്ടി 2-3 കുഞ്ഞുങ്ങളുമൊക്കെയായി സുഖമായി ജീവിച്ചേനെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവനൊരു പൊട്ടനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാത്തിരിക്കുന്നതെന്നും പറയുന്നു. ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും ചേട്ടാ എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ എവിടുന്ന് തിരിച്ചു വരാനാ, പക്ഷേ അവൻ്റെ വിഷമം കാണുമ്പോൾ അവർ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങളും ആഗ്രഹിക്കാറുണ്ട്. എല്ലാവരും അവനെ കളിയാക്കാറുണ്ട്. സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെടുത്തി ഇപ്പോഴും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് മിക്കവാറും എല്ലാവരും സച്ചിയെ കളിയാക്കാറുണ്ടെന്ന് ആ ഡ്രൈവർ പറയുന്നുണ്ട്. എന്നാലും ആ പെണ്ണ് സച്ചിയോട് ചെയ്തത് വല്ലാത്തൊരു ചെയ്തായിപ്പോയി എന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് വളരെയധികം സങ്കടത്തോടെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ശേഷം കാണിക്കുന്നത് ആരതിയാണ്. ആരതി ഓഫീസിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയം സച്ചി വിളിക്കുന്നുണ്ട്. ഗോകുലിനോട് സംസാരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ സച്ചി ഇപ്പോൾ ആരതിയോട് ചോദിക്കുന്നത്. ഉടനെ ആരതി പറയുന്നുണ്ട് സച്ചി എന്തൊക്കെ കാണിച്ചു വെച്ചത്, ആവശ്യമില്ലാത്ത ഒന്നിനും പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോൾ സച്ചി വീണ്ടും അത് ഗുരുതരമാക്കരുത്. വഴിയിൽ തടഞ്ഞു നിർത്തിയാൽ ഗോകുൽ സാർ സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ആരതി ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണ്. വക്കീൽ എങ്ങനെയെങ്കിലും സാറിനെ ഒന്ന് കാണണം, എനിക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ. വൈകുന്ന ഓരോ നിമിഷവും എൻ്റെ അർച്ചനയും മോളും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. വക്കീലെ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഗൂഗിൾ സാറിനെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ എന്നൊക്കെ ഇങ്ങനെ സച്ചി ആരതിയോട് പറയുന്നുണ്ട്. ഉടനെ ആരതി പറയുന്നുണ്ട് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കേസിന് കോടതിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ സച്ചി ഇപ്പോൾ പറയുന്നുണ്ട് വക്കീലെ, ഈ ലോകത്ത് എൻ്റെ കൂടെ നിൽക്കാനും എനിക്ക് വേണ്ടി സംസാരിക്കാനും വക്കീൽ മാത്രമേ ഉള്ളൂ. വക്കീലും കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സച്ചി ഉണ്ടാകില്ല. എനിക്ക് വേണ്ടി സംസാരിക്കാൻ എന്തെങ്കിലും മടിയുണ്ടോ എന്നും ആരതിയോട് സച്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഉടനെ ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ സച്ചിയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്, സച്ചി അർച്ചനയ്ക്ക് വേണ്ടിയാണ് കരയുന്നതെങ്കിലും പിടയുന്നത് എൻ്റെ ഉള്ളാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ ആരതി. ശേഷം ഇപ്പോൾ ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുൽ ഇപ്പോൾ സച്ചിയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി പറഞ്ഞ കാര്യങ്ങളും രാജീവ് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഗോകുൽ അങ്ങനെ അർച്ചനയെ ഫോൺ ചെയ്യുന്നുണ്ട്. അർച്ചന ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. താനിപ്പോൾ എവിടെ, ഓട്ടോയിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോകുൽ. ഞാൻ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോകുൽ ഓഫീസിൽ തന്നെയല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. ഉടനെ ഗോകുൽ പറയുന്നുണ്ട് ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയതാണ്, ഞാനൊരു കാര്യം കൂടി പറയാനാണ് വിളിച്ചത്. ഞാൻ വൈകുന്നേരം കുറച്ച് നേരത്തെ വരാം, നമുക്കൊരു മൂവിക്ക് പോയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗോകുൽ. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് സിനിമ കാണാനൊന്നും എനിക്കൊരു മൂഡില്ല എന്ന്. എങ്കിൽ നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം, എന്തായാലും തനിക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് എന്ന് ഗോകുൽ ഇപ്പോൾ അർച്ചനയോട് പറയുന്നു. എന്ത് സർപ്രൈസ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അർച്ചന. അതൊക്കെ ഈവനിങ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ അറിഞ്ഞാൽ മതി, അപ്പോൾ പിന്നെ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ ഫോൺ വയ്ക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്ന ആരതിയാണ്. ആരതി ഇപ്പോൾ അവിടെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം ഗോകുൽ ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗോകുൽ ഇപ്പോൾ വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ ആരതി ഓടിച്ചെന്ന് ഗോകുലിനെ വിളിക്കുന്നു. സാറിന് തിരക്കാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം അതിന് ഉപേക്ഷ വിചാരിക്കരുത് എന്നൊക്കെ ആരതി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അയാൾക്ക് ഭ്രാന്താണെങ്കിൽ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അയാളുമായി എനിക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എനിക്കിനി അയാളെ കാണുകയും വേണ്ട, അയാളെക്കുറിച്ചൊന്നും കേൾക്കുകയും വേണ്ട എന്നൊക്കെ ഗോകുൽ പറയുന്നു. സച്ചിയുടെ ജീവിതം സാർ വിചാരിക്കുന്നത് പോലെയല്ല, ദയവ് ചെയ്ത് സാറ് സച്ചി ഒന്ന് കാണണം എന്നൊക്കെ ആരതി പറയുമ്പോൾ സച്ചി കാരണം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അറിയാമോ? സച്ചി കാരണമാണ് അന്ന് ആ പൂജ പോലും മുടങ്ങിയത്, സച്ചി കാണിക്കുന്ന തെമ്മാടിത്തരമാണ് എന്നൊക്കെ ഇങ്ങനെ ഗൂഗിൾ പറയുമ്പോൾ ആരതി ദേഷ്യത്തോടെ പറയുന്നുണ്ട് സച്ചി തെമ്മാടിയാണെന്ന് മുദ്ര കുത്തുന്നതിന് മുൻപ് സാറ് ചിലതൊക്കെ അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ ആരതി സച്ചിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുകയാണ്. സച്ചിക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ എനിക്ക് ആരതിയോടും ചിലപ്പോൾ കയർത്ത് സംസാരിക്കേണ്ടി വരുമെന്നൊക്കെ ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട് ആരതിയോട്. സച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരതി പറയുന്നത് കേട്ട് വളരെയധികം ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ഗോകുൽ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.